നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേതാക്കളാണ് സായ്കുമാറും ബിന്ദു പണിക്കരും. 2009 ഇരുവരും വിവാഹിതരായത്. ഏറെ ഗോസിപ്പുകൾക്കൊടുവിലാണ് ഇരുവരുടെയും വിവാഹം നടന്നതും. സായ്കുമാറിനൊപ്പം വിവാഹത്തിന് മുൻപും ഒരുമിച്ച് താമസിച്ചെന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നതായി ബിന്ദു പണിക്കർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം ഇപ്പോൾ ബിന്ദു പണിക്കർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആദ്യ ഭർത്താവ് ബിജു നായർ മരിച്ച് മാസങ്ങളോളം സിനിമയിൽ നിന്ന് ബിന്ദു പണിക്കർ വിട്ടുനിന്നു. അപ്പോഴാണ് സായ്കുമാർ ഉൾപ്പെടെയുള്ളവർ അമേരിക്കയിൽ ഒരു ഷോയിലേക്ക് ക്ഷണിക്കുന്നത്. ഷോയിൽ പോയി തിരിച്ചു വന്ന ബിന്ദു പണിക്കരെ പറ്റി പല അപവാദങ്ങളും പറഞ്ഞു വരുത്തി. എന്നാൽ അതിലൊന്നും വാസ്തവമില്ലായിരുന്നു. 1997 സംവിധായകൻ ബിജു നായർ ബിന്ദു പണിക്കരെ വിവാഹം കഴിച്ചത്. 2003 ഹൃദയാഘാതത്തെ തുടർന്ന് ബിജു നായർ മരിച്ചു. സായ്കുമാറിന്റെ ആലോചന വീട്ടിലെത്തിയപ്പോഴത്തേക്കും ബിന്ദു പണിക്കറിന് ആകെ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. സ്വന്തം മകളുടെ കാര്യത്തിലായിരുന്നു അത്. ബിന്ദുവിന്റെ മകളെ സ്വീകരിക്കാനും സ്വന്തം മകളെപ്പോലും നോക്കാനും സായ്കുമാർ തയ്യാറാണെങ്കിൽ മാത്രമാണ് കല്യാണം എന്നായിരുന്നു നിലപാട്. എന്തായാലും കുഞ്ഞിന്റെ കാര്യത്തിൽ അവർക്ക് സമ്മതമായിരുന്നു. അങ്ങനെയാണ് വിവാഹം രജിസ്റ്റർ മാരേജായി നടത്തിയത്. എന്നാൽ വിവാഹത്തിന് മുൻപ് സായ്കുമാറും താനും ഒരുമിച്ചാണ് താമസിച്ചതെന്ന തരത്തിലുള്ള ഗോസിപ്പ് പ്രചരിക്കാനുള്ള കാരണവും ബിന്ദു പണിക്കർ വെളിപ്പെടുത്തി. അന്നത്തെ അമേരിക്കൻ ഷോയ്ക്ക് ശേഷം ഒരു ഫ്ലാറ്റ് അന്വേഷിച്ചു. എന്നാൽ അവിടുത്തെ റൂം പോയി രണ്ടുപേർക്കും കൂടി ഒരു അഡ്രസ്സ് മതിയോ എന്ന് ചോദിച്ചു. അവിടെ തുടങ്ങിയതാണ് ഗോസിപ്പ്. യഥാർത്ഥത്തിൽ സായ്കുമാർ 4ാം നിലയിലും ബിന്ദു പണിക്കർ 3ാം നിലയിലുമാണ് താമസിച്ചത്. എന്നാൽ ഗോസിപ്പ് പറയുന്നവർക്ക് അറിയില്ലല്ലോ വാസ്തവം എന്താണെന്ന്. അതേസമയം ബിന്ദു പണിക്കർക്കെതിരെ സായ്കുമാറിന്റെ ആദ്യ ഭാര്യ പ്രസന്ന രംഗത്തെത്തിയിരുന്നു. അതും വലിയ വിവാദം സൃഷ്ടിച്ചു. ബിന്ദു പണിക്കരാണ് തന്റെ ജീവിതം തകർത്തെന്ന് ആരോപിച്ചാണ് പ്രസന്ന രംഗത്തെത്തിയത്. എന്നാൽ ഈ ആരോപണത്തെ ബിന്ദുവും സായ്കുമാറും നിഷേധിക്കുകയായിരുന്നു.